അരവിന്ദ് ജോയിൻ ആയിട്ടില്ലല്ലോ. അരവിന്ദ് കുറച്ച് ലേറ്റ് ആവാൻ പറഞ്ഞായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്കിനി പുതിയൊരു ടോപ്പിക് എടുക്കാം. കറണ്ട് ഇല്ലെങ്കിൽ കുറച്ച് നേരം എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം ഫോണിലും ചാർജ് ഇല്ല, ഫോൺ ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പം കുറച്ച് നേരം എടുക്കാം, കറണ്ട് വരുമോ ഇല്ലയെന്ന് നോക്കാം. ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് എടുക്കാനുള്ളത്. ഇനി നമ്മൾ ഓൾറെഡി ഫങ്ഷൻസ് എന്താണ് ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ എന്താ റെഡ്യൂസ്, റിവേഴ്സ്, ഇതൊക്കെ ഒരു ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫങ്ഷൻ വരുന്നതാണ് കോൾ ബാക്ക് ഫങ്ഷൻ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഫങ്ഷൻ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാം എന്നുള്ളതാ. ഫങ്ഷൻ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി പ്രോഗ്രാം, അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു കുഞ്ഞി പ്രോഗ്രാം, വേറൊരു പ്രോഗ്രാം, അതിനെയാണ് ഫങ്ഷൻ എന്ന് പറയാം. മീൻസ് എന്താണ്, നമുക്കൊരു ബ്ലോക്ക് ഓഫ് കോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം, സ്പെസിഫിക് ടാസ്ക്. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫങ്ഷൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ഫങ്ഷനെ എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കുന്നില്ലെങ്കിൽ പറയണേ, പറഞ്ഞില്ലേ ഫോണത്തെ നെറ്റാണ്, ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, കേൾക്കാല്ലേ ഇപ്പോ? കേക്കാം. അതെ, ഫോണിൽ നിന്നല്ലേ? ഓക്കെ ഓക്കെ. അല്ല, ഫോണത്തെ നെറ്റാ, ഞാൻ ലാപ്പിൽ നിന്ന് തന്നെയാണ് കയറിയിരിക്കുന്നത്. അല്ല, ലാപ്പ് ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഷെയർ ചെയ്യാം. ശരി, ചില ചോദിച്ചാ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞി പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബ്ലോക്ക് ആക്കിയിട്ട് കൊടുക്കുകയാണ്. ഇതിനാണ് എന്ത് പറയുന്നത്, എന്താണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുതരാം. എന്നിട്ട് എങ്ങനെയാണ് ഒരു സിമ്പിൾ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ കൂടെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഫങ്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊരു ഫങ്ഷന്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ സ്വന്തമായിട്ടൊരു ഫങ്ഷൻ കസ്റ്റമൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആദ്യം എന്ത് വേണം, ഫങ്ഷൻ എന്ന് പറഞ്ഞൊരു കീവേഡ് വേണം. അതിനുശേഷം നമ്മൾ എന്ത് വേണം, ഫങ്ഷൻ ഒരു നെയിം കൊടുക്കണം. ഇപ്പോൾ എനിക്ക് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാനുള്ളൊരു, നമ്മൾ ഹലോ വേൾഡ് കൺസോൾ ലോഗിനകത്ത് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിപ്പിച്ചല്ലോ, അത് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഫങ്ഷൻ്റെ അകത്താക്കിയിട്ട് ചെയ്യുക. അതായത് എനിക്ക് ചില ടൈമിൽ, അതായത് കുറച്ച് പെർട്ടിക്കുലർ ടൈമിൽ, സ്പെസിഫിക് ടൈമിൽ ഈ ഹലോ വേൾഡ് എനിക്ക് പ്രിന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഹലോ വെൽക്കം ടു അവർ വെബ്സൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു കാണില്ലേ. അപ്പം എനിക്കത് ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ എങ്ങനെ എന്ത് ചെയ്യണം, ഇതിങ്ങനെ പ്രിന്റ് ചെയ്ത് കാണണം. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും കൺസോൾ ഡോട്ട് ലോഗ് എന്ന് കൊടുക്കുന്നതിന് പകരം ഈ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം. അപ്പം അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളാണ്, ഒരു സേ ഹലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യണത്. എനിക്ക് കണ്ണൊന്നും കാണാനില്ല, അതുകൊണ്ട് ഞാൻ ഓക്കെ. ഇതാണ് എന്ത് ഫംഗ്ഷൻ. ഇനി ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യാണ്, ഒരു കുഞ്ഞു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു എന്താണോ ടാസ്ക്, ആ ടാസ്ക്കാണ് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തേക്കുന്നത്, ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. കൺസോൾ ഡോട്ട് ലോഗിനകത്ത് നമ്മൾ എന്താ പറഞ്ഞ ഹലോ വേൾഡ് ആണ്. ഓക്കെ, ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തേക്കുന്ന. ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തു, ഫംഗ്ഷൻ നെയിം കൊടുത്തു, എന്നിട്ട് ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്തു. മീൻസ് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതെ, നമുക്ക് നോക്കാം.
ഇപ്പോൾ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, അതിനകത്ത് എന്ത് ചെയ്തു, നമുക്ക് ആവശ്യമുള്ള കോഡ്, റൺ ചെയ്യേണ്ട കോഡ് പറഞ്ഞു കൊടുത്തു. ഇനി ഈ ഫംഗ്ഷൻ എങ്ങനെയാ, ഇങ്ങനെ പറഞ്ഞിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ അകത്തുള്ളത് റൺ ആവില്ല. ബാക്കിയെല്ലാം റൺ ആവും, ഹലോ വേൾഡ് ബാക്കിയെല്ലാം റൺ ആവും, പക്ഷെ ഇത് എന്താവില്ല, റൺ ആവില്ല. അപ്പം നമുക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഞാൻ ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഇടയിൽ ബിറ്റ്വീൻ ആയിട്ടാണ് ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഫംഗ്ഷൻ്റെ ബിറ്റ്വീൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കാണ്. പക്ഷേ ഈ ഫംഗ്ഷൻ ഈ ഓർഡറിലല്ല വർക്ക് ആവുക. ഇതിനെ എവിടെയാണോ കോൾ ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്തു, സോർട്ട് ചെയ്തതിന് ശേഷം ഈ ഫംഗ്ഷനെ വിളിക്കാം. അപ്പോൾ എങ്ങനെയാണ് വിളിക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ നെയിം ഒന്ന് കോൾ ചെയ്തിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഒരു ബ്രേസസ് ഇട്ട് കഴിഞ്ഞ് എന്തായി, ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ അതായത് സോർട്ട് ചെയ്ത അറേ എല്ലാം പ്രിന്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് എന്ത് വരിക, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുക. കാരണം എന്താ, നമ്മൾ ആ ഫംഗ്ഷൻ ഹലോയുടെ അകത്ത് നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്, ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഹലോ വേൾഡ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. എന്താ, ജസ്റ്റ് വേറൊരു കൺസോളും കൂടെ കൊടുക്കുകയാണ്. ഫംഗ്ഷൻ വിത്തൗട്ട് പാരാമീറ്റർ ഒന്നും ഇല്ലാത്ത ഒരു ഇതാണ്. ഇപ്പോൾ ഇതിനകത്ത് റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ പാരാമീറ്റർ മാത്രം നോക്കിയാൽ മതി. പാരാമീറ്റർ ഇല്ലാത്ത ഒരു ഫംഗ്ഷനാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, ഇവിടെ വിളിച്ചേക്കുന്നത്. പാരാമീറ്റർ മീൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു സേ ഹലോ എന്ന് പറഞ്ഞ ബ്രേസസ് ഇല്ലേ, ഈ ബ്രേസസിൻ്റെ അകത്ത് പാസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മീൻസ് ഞാൻ എന്ത് ചെയ്യാണ്, സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണേ. ഓക്കെ, ഫംഗ്ഷൻ ഹലോ ആ ചേച്ചി, എന്നിട്ട് ഞാൻ വയലടിച്ചിരുന്നോളാം ചേച്ചി. ഇരുന്നോളാം, അതിലടയ്ക്കാം. ഓക്കെ. ഹലോ കേക്കാണ്ടോ? ഇപ്പൊ കേക്കാം. ഓക്കെ. അത് ഇതിനകത്ത് കോള് വന്നതാണ്, കുഴപ്പമില്ല, ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സ്ക്രീൻ കാണാല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ, ഇത് കേട്ടായിരുന്നു, നമ്മൾ ഫംഗ്ഷൻ വിത്തൗട്ട് പാരാമീറ്റർ ആണ് നമ്മൾ ആദ്യം കോൾ ചെയ്തത്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു ബിറ്റ്വീൻ ജസ്റ്റ് അതിനെ വിളിച്ചു എന്ന് മാത്രം, അല്ല ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഞാൻ അതിനെ കോൾ ചെയ്തു. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ ആയിട്ടായിരിക്കും എന്ത് വരുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഞാൻ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ, അഡീഷൻ എന്നല്ലേ പറഞ്ഞത്, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കുക. അതായത്
രണ്ട് വാല്യൂ നമ്പർ 1 നമ്പർ 2 AB അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുകയാണ്, റിട്ടേണും കൂടെ പറഞ്ഞു കൊടുക്കുക. റിട്ടേൺ മീൻസ് ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, റിട്ടേൺ A+B എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ റിട്ടേൺ കീവേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കൊടുത്തേക്കുന്നത്. പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുത്തു, ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടെ റിട്ടേൺ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്യാണ്, താഴെ കോൾ ചെയ്യുക. എങ്ങനെയാ ഫംഗ്ഷനെ കോൾ ചെയ്യുക, ആഡ് എന്ന് പറഞ്ഞതാണ് ഫംഗ്ഷന്റെ നെയിം. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഈ രണ്ട് പാരാമീറ്ററിന് വാല്യൂം കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, 2,5 എന്ന് പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 എന്നുള്ളത് എയിലേക്കും 5 എന്നുള്ളത് ബിയിലേക്കും പോവും. എന്നിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ A+B മീൻസ് എന്താ, A+B എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യും. ഇതൊരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇത് റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒന്നില്ലെങ്കിൽ console.logനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ കാണാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പുതിയൊരു വേരിയബിളിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുക, ലെറ്റ് സം ഈക്വൽ ടു A+B. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സമ്മിനെ കൺസോൾ ചെയ്യിപ്പിക്കാം. രണ്ട് രീതി വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായോ? ഫംഗ്ഷൻ രണ്ട് രീതിയിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തേക്കുന്നത്, ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തു, ഫംഗ്ഷനെ കോൾ ചെയ്തു. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്തത്. എങ്ങനെ, ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തു, സേ ഹലോ, എന്നിട്ട് അതിനകത്ത് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്യേണ്ടത്, എന്താണോ ആ ലോജിക്ക് പറഞ്ഞു കൊടുത്തു. ആ ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ സേ ഹലോ ഫംഗ്ഷൻ നെയിം വെച്ചിട്ട് ഞാൻ കോൾ ചെയ്തു. സെക്കൻഡ് കേസിൽ ഞാൻ എന്ത് ചെയ്തു, പാരാമീറ്റർ വിത്ത് റിട്ടേൺ ടൈപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ടൈപ്പ് എന്ന് വെച്ചാൽ ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഹോൾഡ് ചെയ്ത വാല്യൂ ഒരു വേരിയബിളിലേക്ക് കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്തു, സം എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇതാണ് സെക്കൻഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയും. മീൻസ് ഒരു ഫംഗ്ഷന് എന്തില്ല, പേരൊന്നും ഇല്ല, അതിനെന്താണ് നമുക്ക് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഫംഗ്ഷന് പേര് കൊടുക്കുന്നില്ല, ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്, ഞാൻ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ തന്നെ പേരില്ലാതെ കൊടുക്കുക. അപ്പൊ എന്താണ്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ടായിരുന്നു, ഫംഗ്ഷൻ കീവേഡ് കൊടുത്തു. ആ ഫംഗ്ഷന് ഞാൻ പേര് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്തു, ഞാൻ വേറെ രണ്ട് വേരിയബിൾ കൊടുത്തു, C,D എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് റിട്ടേൺ C+D അല്ലെങ്കിൽ C*D അങ്ങനെ എന്ത് ചെയ്തു, ഞാനൊരു വാല്യൂ കൊടുത്തു. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്, ഫംഗ്ഷൻ കീവേഡ് അല്ല, ഇതിനാണ് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അനോണിമസ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ഫംഗ്ഷൻ വിത്തൗട്ട് നെയിം. എന്താണ് ഫംഗ്ഷൻ സി ഇത് വർക്ക് ആവും തോന്നുന്നു. ജസ്റ്റ് സേവ് ചെയ്ത് നോക്കാം. വർക്ക് ആവുന്നില്ലെങ്കിൽ ഇത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിനാണ് എന്ത് പറയാ, അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. മീൻസ് എന്താണ്, ഇതിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എന്താ ചെയ്തേ, കോൾ ചെയ്യുമ്പോഴല്ലേ ഇതിനെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തേ. പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യാണ്, വേരിയബിളിലേക്കും കൂടെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കോൾ ചെയ്യുമ്പോൾ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നതിന് പകരം ഇപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, ലെറ്റ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്തു, ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ലെറ്റ് മൾ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, console.logനകത്ത് ഈ വാല്യൂ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം,
എങ്ങനെയാ ഇതിനെ കോൾ ചെയ്യുക? കൺസോൾ ഡോട്ട് ലോഗിനകത്ത് മൾ, അതായത് ഫംഗ്ഷന്റെ നെയിം ഇല്ല, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണ്ടേ നമുക്ക്. അപ്പൊ ഈ ഫംഗ്ഷൻ നെയിം ആയിട്ട് എന്താ വർക്ക് ചെയ്യുന്നത്? നമ്മൾ കൊടുത്ത ആ ഒരു വേരിയബിള്, ഈ ഒരു വേരിയബിള് ഇതാണ് എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ നെയിം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സെയിം സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആരോ ഇട്ടിട്ട്, ആരോ ഫംഗ്ഷൻ എന്ന് പറയും അതിന്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഫംഗ്ഷൻ കീവേഡ് ഇല്ല, റിട്ടേൺ കീവേഡ് ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ആരോ ഫംഗ്ഷൻ ആണ് പറയാൻ പോകുന്നത്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം, ജസ്റ്റ് ഇപ്പൊ ഇത് കേട്ടിരിക്കാം. അപ്പൊ എന്ത് ചെയ്യാണ്? എനിക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഫംഗ്ഷന്റെ നെയിം ഇല്ല അതിനകത്ത്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് ഇല്ല അതിനകത്ത്. ആകെപ്പാടെ ഉള്ളത് എന്താണ്? നമ്മുടെ ആ പാരാമീറ്റർ ആയി പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ. ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു? ഐ കോമ ജെ എന്ന് പാസ് ചെയ്ത് കൊടുത്തു. ഐയും ജെയും രണ്ട് വാല്യൂസ് പാസ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ആരോ, ഇതിന് ആരോ എന്ന് പറയും, ആരോ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ബ്രേസസ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തു? റിട്ടേൺ ഐ കോമ ഐ പ്ലസ് ജെ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റും എനിക്കില്ല, റിട്ടേണും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് ഈ ബ്രേസസും കൂടെ ഒഴിവാക്കാം നമുക്ക്. ഈ ബ്രേസസ് വേണ്ടത് സിംഗിൾ, കാരണം ഒറ്റ ലൈനല്ലേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ തന്നെ എന്തായിരുന്നു നമ്മൾ കൊടുത്ത ഐ പ്ലസ് ജെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസൈൻ ചെയ്ത് കൊടുക്കാം. ലെറ്റ് അഡീഷൻ ആഡ് ആരോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനിലേക്ക് അതിനെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനെങ്ങനെയാ കോൾ ചെയ്യുക? ഈ സെയിം വേല് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ആഡ് ആരോ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലുള്ള ഫംഗ്ഷൻസ്. നോർമലി നമ്മൾ ആദ്യം ചെയ്തത് ഫംഗ്ഷൻ, നോർമൽ ഒരു ഫംഗ്ഷൻ ആണ് ചെയ്തത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് വിളിച്ചിട്ട് ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്തു. നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തു? നമുക്ക് വേണ്ട ലോജിക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് എനിക്ക് എവിടെയാണോ ഇതിനെ കോൾ ചെയ്യണ്ടേ അവിടെ എല്ലാം എന്ത് ചെയ്തു? ഞാൻ സേ ഹലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. സേ ഹലോ മീൻസ് എന്താ? ഫംഗ്ഷന്റെ നെയിം. ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം എനിക്ക് എന്ത് റണ്ണായി വരും? ഹലോ വേൾഡ് ഫംഗ്ഷൻ വിത്ത് നോ പാരാമീറ്റർ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം എനിക്ക് എന്ത് ചെയ്യും? ഇവിടെയൊക്കെ പ്രിന്റ് ആയി വരും. ഇത് മനസ്സിലായോ? ഫംഗ്ഷൻ വിത്ത് നോർമൽ ഫംഗ്ഷൻ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. നോർമൽ മനസ്സിലായി. നോർമൽ. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ ചെയ്തത് വിത്ത് പാരാമീറ്ററും റിട്ടേൺ ടൈപ്പും കൂടെ കൊടുത്തിട്ടാ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ വാല്യൂസ് മീൻസ് നമ്മൾ ലെറ്റ് എ ഈക്വൽ ടു 10, ലെറ്റ് ബി ഈക്വൽ ടു 20 എന്നൊന്നും കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ കോൾ ചെയ്യുന്ന സമയത്ത്, ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് വാല്യൂ കൊടുത്തു, പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ. ആഡ് ഇതാണ് അവിടെ ചെയ്തേക്കുന്നത്. ആഡ് 25 എന്ന് പറഞ്ഞ് പാസ് ചെയ്ത് കൊടുത്തു. അതേ ഏതിനകത്തേക്കാ പോയേക്കുന്നത്? എയിലേക്കും ബിയിലേക്കും പോയി. എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഈ ആഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ആഡിനെ വിളിക്കാം, ഇതുപോലെ വിളിക്കാം. ഓക്കെ. ഈ ഒരു രീതിയിലും കൂടെ വിളിക്കാം. ഇങ്ങനെ വിളിക്കാം. കൺസോൾ ഡോട്ട് ലോഗിനകത്ത് 3,4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിക്കാം. ഇങ്ങനെ വിളിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു? അതിനൊരു സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇട്ടിട്ട് ആ സമ്മിന് വിളിച്ചു. ഓക്കെ. ഇത് മനസ്സിലായോ? ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റർ ആൻഡ് റിട്ടേൺ ടൈപ്പ്. ഇത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ചെയ്തത് അനോണിമസ് ഫംഗ്ഷൻ എന്നാ. അനോണിമസ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? അതിനകത്ത് ഫംഗ്ഷന് നെയിം ഉണ്ടാവില്ല. ഓക്കെ. ഫംഗ്ഷന് നെയിം ഉണ്ടാവില്ല. ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ടാവും, ബാക്കിയെല്ലാം സെയിമാ. ഈ ഫംഗ്ഷൻ നെയിമും ഉണ്ടാവില്ല എന്ന് മാത്രം, ബാക്കിയെല്ലാം സെയിമാ. അപ്പൊ നമുക്ക് ഇതിനെ കോൾ ചെയ്യണ്ടേ? അപ്പൊ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഇങ്ങനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ലെറ്റ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഡീഷൻ, ഡിവിഷൻ എന്താണോ അതിന്റെ പർപ്പസ് അത് വെച്ചിട്ട് ഒരു വേരിയബിൾ നെയിമിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നോർമൽ ഫംഗ്ഷനെ ഫംഗ്ഷൻ നെയിം വെച്ച് വിളിച്ച പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ കോൾ ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ നെയിം ഇല്ലാത്ത ഫംഗ്ഷനെ പറയുന്ന പേരാണ് എന്ത്? അനോണിമസ് ഫംഗ്ഷൻ. ഓക്കെ. ഇതാണ് മൂന്നാമത്തെ. ഇത് മനസ്സിലായോ?
ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ആരോ ഫംഗ്ഷനാണ് നോക്കുന്നത്. ആരോ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷനെ ഒന്ന് സിമ്പിൾ ആക്കി എഴുതാം. നമുക്ക് ഈ ഫംഗ്ഷൻ കീവേഡ് കൊടുക്കണ്ട. ഫംഗ്ഷൻ കീവേഡ് കൊടുത്തില്ലെങ്കിലും ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ടില്ലെങ്കിലും റിട്ടേൺ കീവേഡ് ഒന്നും കൊടുക്കണ്ട. ഒറ്റ ലൈനിൽ ഇത് നമ്മൾ ഇത്രയും വലിച്ചു വാരി എഴുതിയത് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ഈ ഒരു ഒറ്റ ലൈനിൽ ഒതുക്കി. മനസ്സിലായോ? ഈ ഒരു ലൈനിൽ ഒതുക്കിയിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്തു, അതിനൊരു വേരിയബിളിലേക്ക് വെച്ചു. ആ വേരിയബിളിനെ കോൾ ചെയ്തു. ഇതാണ് എന്ത് ഫംഗ്ഷൻ, ആരോ ഫംഗ്ഷൻ. ആരോ ഫംഗ്ഷൻ മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത് മൂന്നും അല്ല നാല് രീതിയിൽ ഇപ്പൊ ചെയ്തില്ലേ? ഈ 4 രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുവോ? ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആ അനോണിമസ് ഫംഗ്ഷനകത്തില്ലേ റിട്ടേൺ ഉണ്ടോ? ഇല്ല, റിട്ടേൺ കീവേഡ് ഇല്ല. റിട്ടേൺ കീവേഡ് കൊടുത്തിട്ടും ചെയ്യാം, റിട്ടേൺ കീവേഡ് കൊടുക്കാതെയും ചെയ്യാം. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ കീവേഡ് ഇല്ലെങ്കിൽ ജസ്റ്റ് സി ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനെ ഈ മള്ളിനെ നേരത്തെ വിളിച്ച സെയിം പോലെ തന്നെ മള്ളിനെ വിളിച്ചിട്ട് അതിനകത്ത് ഈ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുക.
അനോണിമസ് ഫംഗ്ഷൻ റിട്ടേൺ ഇല്ലാതെ കൊടുത്തിട്ട് അൺഡിഫൈൻഡ് എന്നൊക്കെ പറഞ്ഞു. അൺഡിഫൈൻഡ് എന്നാണോ ഒന്ന് ആ ഒന്ന് ഷെയർ ചെയ്യോ? റിട്ടേൺ കൊടുത്ത ഷെയർ ചെയ്യാം. ഒന്ന് നോക്കട്ടെ കേട്ടോ. കാണാമോ? നോക്കട്ടെ, ഇത് എന്റെ സ്ക്രീനാണ് നോക്കട്ടെ. അൺഡിഫൈൻഡ് കാണും, നോക്കട്ടെ. റിട്ടേൺ ചെയ്യുന്നത് അത് ഒരു വേരിയബിളിലേക്ക് കൊടുത്തേ, അതായത് ഇപ്പം ആഡ് റിസൾട്ട് എന്ന് കൊടുത്താ ഓക്കെ, അതിനൊരു വേരിയബിളിലേക്ക് കൊടുത്തേ, ലെറ്റ് സം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് കൊടുത്തേ. ഇതല്ലേ? അതെ അതെ. അതിനെ ഡിഫൈൻ ചെയ്ത് ഇനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോഴും അത് തന്നെയാണ്. അതായത് ഓക്കെ ഓക്കെ. എന്നിട്ട് ഈ ലെറ്റ് ഇത് കൊടുക്കണ്ട, ലെറ്റ് ആഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു അപ്പം എന്നല്ലേ അതിന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അതിനകത്ത് എന്ത് ചെയ്യാ, ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് കൊടുത്ത് കൺസോൾ ഡോട്ട് ലോഗ് A/B ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇതിനകത്തല്ലേ? അതിനകത്ത് തന്നെ കൺസോൾ ഡോട്ട് ലോഗ് സമ്മ് കൊടുത്താലും മതി. കൺസോൾ അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് സമ്മ് കൊടുക്കുക. ഓക്കെ, സമ്മ് ഇനി നോക്കട്ടെ. അയ്യോ, വീണ്ടും അൺഡിഫൈൻഡ് ആവുന്നേ. ഇത് വെച്ചോണ്ടായിരിക്കും ആഡ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, റിട്ടേൺ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അത് റിട്ടേൺ ഇല്ല. ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചാൽ മതി. ഇങ്ങനെ വിളിക്കണ്ട, കൺസോൾ ഡോട്ട് ലോഗിൽ കൊടുക്കാതെ ചുമ്മാ വിളിക്കില്ലേ ആഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒന്ന് വിളിച്ചേ. ഇവിടെ അല്ലേ? അത് വേണ്ട, കൺസോൾ ഡോട്ട് ലോഗ് വേണ്ട. ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്തേ. ഓക്കെ, ഇപ്പൊ വർക്കായി. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, കൊടുക്കാതിരിക്കും. ഓക്കെ ഓക്കെ, ഇത്രയും. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? ഫംഗ്ഷൻ, അനോണിമസ് ഫംഗ്ഷൻ, ആരോ ഫംഗ്ഷൻ ഓക്കെ ചെയ്തു. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ. കഴിഞ്ഞാ പറയണേ. കഴിഞ്ഞോ?
കഴിഞ്ഞില്ലേ? ഹലോ, ആ കഴിഞ്ഞു. ഓക്കെ അല്ലേ? അടുത്തത് പറയട്ടെ. ഓക്കെ, ഇനി പറയാനുള്ളത് ഇപ്പൊ നമ്മളെ കോൺസ്റ്റലേറ്റ് വേറെ ഇതിന്റെ രണ്ട് ഡിഫറൻസ് നോക്കിയായിരുന്നു. അപ്ഡേറ്റ് ചെയ്യാം, റീഡിക്ലെയർ ചെയ്യാം, ഈ രണ്ട് ഡിഫറൻസ് നോക്കിയായിരുന്നു. ഇനി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസും കൂടെ ഉണ്ട്, അത് സ്കോപ്പ് ഓഫ് വേരിയബിൾ എന്ന് പറയും. അത് ഈ ഫംഗ്ഷനും കൂടെ ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചിട്ട് പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു. അപ്പോൾ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്തു എന്ന് വിചാരിക്കും. ബാക്കി എല്ലാവർക്കും കിട്ടിയില്ലേ? ഔട്ട്പുട്ട് കിട്ടിയില്ലേ? പറയട്ടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, വേറെ യൂസ് ചെയ്തിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. വേർ വി ഈക്വൽ ടു വിനിഷ എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തു. ഞാൻ ജസ്റ്റ് സ്കോപ്പ് എന്നാ പറയാം. അതായത് ഇതിന്റെ സ്കോപ്പ് നോക്കാൻ വേണ്ടിട്ടാ. എന്നിട്ട് വേറെ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ വിനീഷ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ട് ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, വേറൊരു ഫംഗ്ഷൻ ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിക്കുകയാണ്. ഒരു മിനിറ്റ്. ഫംഗ്ഷൻ നോർമൽ ഫംഗ്ഷൻ ആണ് കോൾ ചെയ്യുന്നത്. ഫംഗ്ഷൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, വിന് ഇതിനകത്തേക്ക് ഈ ഫംഗ്ഷനകത്ത് മീൻസ് ഇതെന്താണ്, ഞാൻ ഫംഗ്ഷന്റെ പുറത്ത് ഗ്ലോബലി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫംഗ്ഷന്റെ ഉള്ളിലല്ല ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. വിനീഷ സ്കോപ്പ് എന്ന് പറഞ്ഞ വി അല്ലെങ്കിൽ വി എന്ന് പറഞ്ഞ വേരിയബിള് ഞാൻ എന്ത് ചെയ്തേക്കുന്നത് ഫംഗ്ഷന്റെ പുറത്താണ്. പക്ഷെ എനിക്ക് എവിടെയൊക്കെ ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. മീൻസ് എങ്ങനെയാണ്, കൺസോൾ ഡോട്ട് ലോഗിനകത്ത് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് വിനീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ല വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ഇതിന്റെ സ്കോപ്പാണ്. കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ഫംഗ്ഷന് പുറത്ത് കൊടുത്താലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷന് പുറത്ത് കൊടുത്താലും ഫംഗ്ഷൻ അകത്ത് കൊടുത്താലും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെന്താണ് അപ്പോൾ ഇതിനൊരു ബ്ലോക്ക് എന്നാ പറയാ. ഓക്കെ, മീൻസ് ഫംഗ്ഷൻ ബ്ലോക്ക്. ഈ ഫംഗ്ഷൻ ബ്ലോക്കിന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. എവിടെ മനസ്സിലാവുന്നുണ്ടോ? അതോ ശരി, ഞാൻ ഇതല്ലാതെ വേറൊരു പ്രോഗ്രാം ചെയ്ത് കാണിച്ചതാ. സ്ട്രിങ് അല്ലാതെ ജസ്റ്റ് ഒരു പ്രോഗ്രാം പോലെ ചെയ്ത് കാണിച്ചതാ. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്, വാറിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് വാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അതിനകത്ത് ഓക്കെ വേറെ എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, വേർ എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെ ഡിക്ലെയർ ചെയ്തു, ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തേക്കുക. ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്, നേരത്തെ പോലെ പുറത്തല്ല. എന്നിട്ട് ഞാൻ ഇതിനകത്ത് കൊടുത്തു ഓക്കെ, ജസ്റ്റ് ഒരു കണ്ടീഷൻ പോലെ കൊടുത്തു. ഇഫ് എക്സ് ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 10 ആണെങ്കിൽ ഇതിനകത്തേക്ക് കയറിയിട്ട് എന്ത് ചെയ്യാം, പുതിയൊരു വേരിയബിളിലേക്ക് വേറെ വൈ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇതെപ്പോൾ മാത്രമേ കയറുള്ളൂ, ഈ എക്സ് എന്ന് പറയുന്നത് 10 ആണെങ്കിൽ മാത്രമാണ് ഇതിനകത്തേക്ക് കയറുള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ഇൻസൈഡ് ദ ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, കൺസോൾ ഡോട്ട് ലോഗ് വൈ പ്രിന്റ് ചെയ്യിപ്പിച്ചു. കൺസോൾ ഡോട്ട് ലോഗ് വൈ ഇതെവിടെയാ, ബ്ലോക്കിന്റെ ഉള്ളില്. അതേപോലെ തന്നെ ഞാൻ ഈ ബ്ലോക്കിന്റെ പുറത്ത് എന്ത് ചെയ്യിപ്പിച്ചു,
ബ്ലോക്ക് മീൻസ് ഈ ഒരു ഇഫ് ബ്ലോക്ക് ഇല്ലേ, ഇഫ് ബ്ലോക്കിനെയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഇഫിന്റെ ഈ ഒരു ഇത്, ഈ ബ്ലോക്കിന്റെ പുറത്തും ഞാൻ എന്ത് ചെയ്യാണ്, ഈ വൈനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ നോക്കുക. രണ്ട് സ്ഥലത്ത് ഞാൻ പ്രിന്റ് ചെയ്യിപ്പിക്കുക. കൺസോൾ ഡോട്ട് ലോഗ് കൺസോൾ ഡോട്ട് ലോഗ് വൈ മാത്രം, ജസ്റ്റ് ഡോട്ട് ലോഗ് വൈ. ഓക്കെ, വൈനെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഫംഗ്ഷന്റെ ഈ അല്ലെങ്കിൽ ഈ ബ്ലോക്കിന്റെ പുറത്ത് എന്ത് ചെയ്യിപ്പിക്കുകയാണ്, ഡിക്ലെയർ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഡിക്ലെയർ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷൻ ഇതിനകത്ത് എഴുതിയേക്കുന്ന പോലെ തന്നെ വേർ ഈസ് എ ഫംഗ്ഷൻ സ്കോപ്പ്ഡ് ഇറ്റ് ഈസ് ആക്സസ്ഡ് എനിവെയർ ഇൻ ദ ഫംഗ്ഷൻ. അതായത് ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും, ഫംഗ്ഷൻ സ്കോപ്പ് എന്നാ പറയാ. വേർ ഈസ് എ ഫംഗ്ഷൻ സ്കോപ്പ്, നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഫംഗ്ഷൻ സ്കോപ്പാണ്. ഫംഗ്ഷൻ സ്കോപ്പ് എന്ന് വെച്ചാൽ ആ ഫംഗ്ഷനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേർ കീവേഡ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് വാർ എന്ന് പറഞ്ഞ് വിളിച്ചു അല്ലേ, ടെസ്റ്റ് വാർ അല്ലേ നമ്മുടെ ഫംഗ്ഷന്റെ നെയിം. ഇനി ഞാൻ ഇവിടെ ഈ ഫംഗ്ഷന് പുറത്ത് ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്, കോൾ ചെയ്യാൻ നോക്കുക വൈനെ. കൺസോൾ ഡോട്ട് ലോഗ്. അപ്പൊ എന്ത് ചെയ്യും, വൈ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ അടിക്കും. കാരണം എന്താ, ഇത് ഈ ഫംഗ്ഷന്റെ പുറത്ത്, ഫംഗ്ഷൻ ഇതെവിടെയാ ഡിക്ലെയർ ചെയ്തേക്കുന്നത്, ഫംഗ്ഷന്റെ ഉള്ളില്. ഇതും നമ്മൾ ഫംഗ്ഷന്റെ ഉള്ളിലാണ് കോൾ ചെയ്തേക്കുന്നത്, ഇതും നമ്മൾ ഫംഗ്ഷന്റെ ഉള്ളിലാണ് കോൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ മൂന്നാമത്തെ കേസിൽ നമ്മൾ എവിടെയാ കോൾ ചെയ്തേക്കുന്നത്, ഫംഗ്ഷന്റെ വെളിയിലാണ് കോൾ ചെയ്തേക്കുന്നത്. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഔട്ട്പുട്ട് കിട്ടില്ല. ഓക്കെ, ഫംഗ്ഷന്റെ പുറത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഇനി എന്താണ്, ഇതാണ് വേറിന്റെ കേസ്. ഇത് മനസ്സിലായോ, ഫംഗ്ഷൻ സ്കോപ്പാണ്. ഫംഗ്ഷന്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാം, ഫംഗ്ഷന്റെ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, വേറെന്ന് പറയുന്നത് ഫംഗ്ഷൻ സ്കോപ്പാണ്. നമ്മൾ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊരു ബ്ലോക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ബ്ലോക്കാണ്. ഈ ബ്ലോക്കിനകത്ത് ആക്സസ് ചെയ്തു, നമുക്ക് എന്ത് ചെയ്തു, ഈ ബ്ലോക്കിൽ തന്നെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് അവിടെ തന്നെ നമുക്ക് ആക്സസ് ചെയ്തു, അത് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലോക്കിന് പുറത്ത് ആക്സസ് ചെയ്യാൻ നോക്കി, മീൻസ് എന്താ, ഈ സെയിം ഫംഗ്ഷന്റെ അകത്ത് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് അതിനെ വൈനെ ആക്സസ് ചെയ്യാൻ പറ്റി. വേറെന്ന് പറയുന്നത് ഫംഗ്ഷൻ ബ്ലോക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, വേറിനെ പുറത്ത്, ഈ വൈനെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, പുറത്ത് ആക്സസ് ചെയ്യിപ്പിച്ചു. അപ്പം എന്താണ്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇതേപോലെ എക്സും കൂടെ എന്ത് ചെയ്യിപ്പിക്കുക, ഈ വൈൻ്റെ ഒപ്പം തന്നെ എക്സിനെയും കൂടെ എന്ത് ചെയ്യിപ്പിക്കുക, കൺസോൾ ചെയ്യിപ്പിക്കുക. കൺസോൾ ഡോട്ട് ലോഗ് എക്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ എക്സ് കൊടുക്കുക. കൺസോൾ ഡോട്ട് ലോഗ് എക്സ്. അതുപോലെ തന്നെ ഇവിടെയും പുറത്തും എക്സ് കൊടുക്കുക. എക്സും ഇങ്ങനെ തന്നെയാണ്, ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പം സെയിം ഇത് തന്നെയായിരിക്കും വരിക. എന്താണ്, നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ ആയിരിക്കും വരിക. ഓക്കെ, ഇതിന് നമുക്ക് അതായത് വേറെ കീവേഡ് യൂസ് ചെയ്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ ആക്സസ് ചെയ്യാം എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതിനാണ് സ്കോപ്പ് ഓഫ് വേർ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക്. ഇനി ഇതേപോലെ ലെറ്റ് ഉണ്ട്, കോൺസ്റ്റ് ഉണ്ട്. വേറെ മനസ്സിലായോ? അപ്പൊ നമ്മള് ഫംഗ്ഷനെ വെളിയിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ അകത്ത് യൂസ് ചെയ്യാൻ പറ്റൂ? ഇല്ലല്ലേ, ഫംഗ്ഷന്റെ വെളിയിലാ. നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ. അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വേറെ സെഡ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തു. അതായത് അങ്ങനെ കോൾ ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യാന്നാ പറയാ. സോറി, ഞാൻ വേരിയബിൾ നെയിം കൊടുത്തില്ല. ഓക്കെ, സെഡ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് എന്നാണ് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ക്ലാസ്സിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് സെഡ് കൊടുത്താൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഇതെന്താ, ഗ്ലോബലാണ്. പേര് പോലെ തന്നെ നമുക്ക് എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഇത് വേറിന്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതുപോലെ ലെറ്റും കോൺസ്റ്റന്റും കൂടെ സ്കോപ്പ് ഉണ്ട്. വേറെ എന്ത് സ്കോപ്പാന്നാ പറഞ്ഞ, ഫംഗ്ഷൻ സ്കോപ്പാണ്. അത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണേ, ഞാൻ അതുകൊണ്ട് ഒരു പ്രോഗ്രാം വഴി എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് ചെയ്ത് നോക്കുക. ലെറ്റിനും പിന്നെ കോൺസ്റ്റും
കോൺസ്റ്റന്റ് രണ്ട് രീതിയിലാണോ ഇതിന്റെ ഇനിയിപ്പോ സ്കോപ്പ് വരുന്നത്? ഓരോന്നിനും ഓരോ രീതിയിലാണ് സ്കോപ്പ് വരുന്നത്. ലെറ്റും കോൺസ്റ്റന്റ് ഏകദേശം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ കോൺസ്റ്റന്റ് അല്ലേ, നമുക്ക് നോക്കാം. ആദ്യം ഇത് ചെയ്ത് ഒരു ഐഡിയ കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതിന് ഫംഗ്ഷന്റെ ഉള്ളിലും വിളിച്ചിട്ടുണ്ട്, അതായത് ഇഫ് ബ്ലോക്കിനകത്തും വിളിച്ചിട്ടുണ്ട്, ഇഫ് ബ്ലോക്കിന് പുറത്ത് ഫംഗ്ഷന്റെ ഉള്ളിൽ വിളിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, ഫംഗ്ഷനെ പുറത്ത് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിളിച്ച് നോക്കുക. വിളിക്കുമ്പോൾ എറർ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമല്ലോ, ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കമന്റ് ചെയ്തിടുക, എന്നാലേ ആ എറർ പോവുള്ളൂ. ഇത് കമന്റ് ചെയ്തിടണം. അതിനുശേഷം നമുക്ക് ലെറ്റും ഇതേപോലെ തന്നെ എക്സാമ്പിൾ വഴി ചെയ്ത് നോക്കാം, അപ്പം മനസ്സിലാവും. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ബാക്കി രണ്ടുപേരുടെയും കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് വേറെ എന്ത് സ്കോപ്പാണ്, ഫങ്ഷൻ സ്കോപ്പ്. ഇനി നമുക്ക് ലെറ്റ് നോക്കാം. ലെറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യാണ്, സെയിം പ്രോഗ്രാമിൽ തന്നെ വേറെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ലെറ്റ് ആക്കാൻ പോവാണ്. ലെറ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുത്തു. സെയിം പ്രോഗ്രാം തന്നെ എക്സ് ഈക്വൽ ടു 10 ആണെങ്കിൽ
ലെറ്റ് വൈ ഈക്വൽ ടു ഓക്കെ ലെറ്റ് വൈ ഈക്വൽ ടു ഇത് കമൻറ്റ് ചെയ്തതൊക്കെ മാറ്റാൻ പോകണേ. ലെറ്റ് വൈ ഈക്വൽ ടു എന്താണ് 20 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനകത്തേക്ക് ഈ വൈ എന്ന് പറഞ്ഞത് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് എവിടെയാ, ഈ ഫംഗ്ഷൻ ഈ ബ്ലോക്കിനകത്താ, ഈ ഇഫ് ബ്ലോക്കിനകത്ത്. അപ്പൊ ഞാൻ ഈ ഇഫ് ബ്ലോക്കിനകത്ത് അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കും, എക്സിനെയും പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കും. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതേപോലെ വേറൊരു ഫംഗ്ഷൻ ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഈ സെയിം പ്രോഗ്രാം തന്നെ ലെറ്റ് ആക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇവിടേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ പറയാം, ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബ്ലോക്ക് സ്കോപ്പ്ഡാ. മീൻസ് ഒരു ബ്ലോക്കിനകത്ത് മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ബ്ലോക്ക് സ്കോപ്പ് എന്ന് ഈ സെയിം പ്രോഗ്രാം തന്നെ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇല്ല, വേറെ മാറ്റിയിട്ട് ലെറ്റ് ആക്കി നോക്കാം. എന്നിട്ട് എവിടേക്കാണ് അതിനെ ആക്സസ് ചെയ്യുമ്പോഴാണ് പൊട്ടിപ്പോണേ നോക്കാം. അതായത് പുറത്താണോ, ഇവിടെ പോലും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല ബ്ലോക്ക് സ്കോപ്പ് ആയതുകൊണ്ട്. കാരണം എന്താ, ഈ ബ്ലോക്കിനകത്ത് മാത്രമേ ലെറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലൂപ്പിനകത്തേക്ക് മീൻസ് ഈ ഫംഗ്ഷനകത്ത് പോലും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് കോൺസ്റ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കോൺസ്റ്റും ലെറ്റും ഈ സെയിം പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സെയിം പ്രോഗ്രാമിൽ തന്നെ രണ്ടും എന്ത് ചെയ്യുക, ആദ്യം ലെറ്റാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതേപോലെ എന്ത് ചെയ്യുക, അടുത്തൊരു ഫംഗ്ഷൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് 3 ഫംഗ്ഷനാക്കി ക്രിയേറ്റ് ചെയ്താൽ മതി. സെയിം പ്രോഗ്രാം തന്നെ 3 ഫംഗ്ഷൻ നെയിം പോലെ. എന്നിട്ട് അടുത്ത ഫംഗ്ഷനകത്ത് എന്ത് ചെയ്യാം, അടുത്ത കോൺസ്റ്റ് വെച്ചിട്ട് ചെയ്തു നോക്കാം. ഈ 2 രീതിയിലൊന്ന് ചെയ്തു നോക്കുവോ. വേറെ മാറ്റി ലെറ്റും കോൺസ്റ്റും ആക്കിയിട്ട് 2 ഫംഗ്ഷൻസും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തു നോക്കാം. നിങ്ങൾ തനിയെ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും, ഇത് എവിടേക്കാണ് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്, എവിടേക്കാണ് പറ്റുന്നതെന്നുള്ളത്. അപ്പൊ ഇതിനെ ഫംഗ്ഷൻ ബ്ലോക്ക് പോലെ ഇതിനെന്താ പറയാ, ബ്ലോക്ക് സ്കോപ്പ് എന്നാ പറയാ. ലെറ്റ് ആൻഡ് കോൺസ്റ്റും ബ്ലോക്ക് സ്കോപ്പ് തന്നെയാ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, ഒരു മിനിറ്റ്, ചെയ്യാൻ തുടങ്ങിയോ, സ്റ്റാർട്ട് ചെയ്തോ? ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമുക്കിത് ലൂപ്പിനകത്ത്, ഇപ്പൊ ഈ ലെറ്റിന്റെ കേസ് നമുക്ക് ലൂപ്പിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഇഫ് മാത്രല്ല നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. ഇഫ് മാത്രല്ല, നമ്മളൊരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണെങ്കിൽ അതും എന്താണ്, ബ്ലോക്കാണ്. ഞാനിപ്പോ എന്ത് ചെയ്തു, ഫോർ ലെറ്റ് ഐ ഈക്വൽ ടു ജസ്റ്റ് 5 വരെ പ്രിന്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ബ്ലോക്കിന്റെ അകത്ത് ഇത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. കൺസോൾ ഡോട്ട് ലോഗ് ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഇതിനെ കിട്ടും. കാരണം എന്താ, ബ്ലോക്കാണ്. ഓക്കെ, ബ്ലോക്ക് സ്കോപ്പ് ആണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഫംഗ്ഷനിൽ ഈ ഫോർ ലൂപ്പിന് പുറത്ത് ഇതിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ലെറ്റിന്റെ കേസാണ്. ഇനി ഇതേ പ്രോഗ്രാം തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, വേറെ വെച്ച് ചെയ്യാണ്, കോൺസ്റ്റ് വെച്ച് ചെയ്യാണ്. ലൂപ്പിന്റെ കേസും കൂടെ പറഞ്ഞുതരാം, ബാക്കി നമ്മൾ സെയിം പോലെ തന്നെ ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കോൺസ്റ്റ് ആക്കി. കോൺസ്റ്റ് വെച്ചിട്ട് ലൂപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? കോൺസ്റ്റ് വെച്ചിട്ട് നമുക്ക് ലൂപ്പ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് എല്ലാം ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസ്റ്റ് എന്ന് പറഞ്ഞു ഒരു മിനിറ്റടാ. ഓക്കെ, നമ്മളെന്താ പറഞ്ഞ, കോൺസ്റ്റിന്റെ കേസ്. കോൺസ്റ്റ് നമുക്കിങ്ങനെ ലൂപ്പിനകത്ത് കൊടുക്കാൻ പറ്റില്ല, അത് വർക്ക് ആവില്ലല്ലോ. കാരണം എന്താ, കോൺസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ ഐട്രേറ്റ് ചെയ്യിക്കാനോ ഇൻക്രിമെന്റ് ചെയ്യിപ്പിക്കാനോ ഡിക്രിമെന്റ് ചെയ്യിപ്പിക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഈ ഓർ ലൂപ്പിനകത്ത് കോൺസ്റ്റ് ഡിഫറെന്റ് ആണ്, പക്ഷെ ബാക്കിയെല്ലാം എന്താണ്, സെയിം തന്നെയാണ്. കോൺസ്റ്റും ലെറ്റും സെയിം ആണ്. എന്താണ്, ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്, ബ്ലോക്ക് സ്കോപ്പ് ആണ്. മനസ്സിലായോ? അതായത് ബാക്കി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി.
ഇതുപോലെ 2 ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് എന്തിനു വേണ്ടിയിട്ട്, ലെറ്റിന് വേണ്ടിയിട്ട്, ഒന്ന് കോൺസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുക. ഈ സെയിം പ്രോഗ്രാം തന്നെ. അതുപോലെ എന്ത് ചെയ്യുക, ഫോർ ലൂപ്പ് വെച്ചിട്ട് ഒരു ലെറ്റ് ചെയ്തോ. കോൺസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കോൺസ്റ്റ് എന്താണ്, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഒരിക്കലും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ഇൻക്രിമെന്റ് ചെയ്യാനോ ഡിക്രിമെന്റ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ലൂപ്പിന്റെ കേസിൽ ഒരിക്കലും കോൺസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ. കഴിഞ്ഞു. ഈ ലെറ്റ് എഴുതി ചെയ്തു. ആ, ഈ ലെറ്റ് എന്ന് പറയുന്നത് വേറെ പോലെ തന്നെയാണല്ലോ എനിക്ക് തോന്നുന്നത്. അതായത് ഇതിനകത്ത് വർക്ക് ആവുന്നുണ്ടോ? ഈ ബ്ലോക്കിന് പുറത്തും വർക്ക് ആയായിരുന്നോ? ഇല്ല, ബ്ലോക്കിന്റെ പുറത്ത് വർക്ക് ആയില്ല. അല്ല, ബ്ലോക്കിന്റെ ഫംഗ്ഷന് പുറത്ത് വർക്ക് ആയില്ല. ഫംഗ്ഷന്റെ പുറത്തും വർക്ക് ആവില്ല, ഈ ബ്ലോക്കിന്റെ പുറത്തും വർക്ക് ആവില്ല. ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇവിടെ അല്ലേ? വൈ മാത്രം വെക്സ് കിട്ടുമായിരിക്കും. ഒന്ന് ഷെയർ ചെയ്തേടാ, നോക്കട്ടെ. ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും. കാണാമോ? അവിടെ ഒരു മിനിറ്റ്. ഓക്കെ, ആ ഓക്കെ. ലെറ്റ് വി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു.
ഇതിനെ ഇവിടെ ബ്ലോക്കിന്റെ ഉള്ളിൽ പ്രിന്റ് ചെയ്യിപ്പിക്കുക. ലെറ്റ് കൺസോൾ ഡോട്ട് ലോഗ് ബ്ലോക്കിന്റെ ഉള്ളിൽ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചേ. കൺസോൾ ഡോട്ട് ലോഗ് വി ഫങ്ഷൻ. ഓക്കെ, എന്നിട്ട് വിനെ തന്നെയല്ലേടാ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വി ഇതിനകത്ത് വർക്ക് ആവുന്നത് എന്താന്ന് വെച്ചാൽ വീനെ എന്ത് ചെയ്തിട്ടുണ്ട്, വി ഗ്രേറ്റർ ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് വീനെ തന്നെ വീണ്ടും അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇതൊരു വേറൊരു വേരിയബിൾ ആണെങ്കിൽ, അതായത് അതിനകത്ത് തന്നെ വേറൊരു വേരിയബിൾ കൊടുത്തല്ലേ, ഒന്ന് ലെറ്റ് വൈ എന്നോ വേറെ ഒരു വേരിയബിൾ കൊടുത്തേ. ഇനി ആ വൈനെ ഓക്കെ 200 കൊടുത്ത് ഒരു വാല്യൂ കൊടുത്ത്. ഇനി ആ വൈനെ ഒന്ന് ആക്സസ് ചെയ്യാൻ നോക്കിയേ. ഇതിപ്പോ വി ഗ്ലോബലി മീൻസ് എന്താ, ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇതായിരിക്കും. ജസ്റ്റ് ഇതൊന്ന് കൊടുത്തേ. ഓ, ഇവിടെ വന്നിട്ടുണ്ടല്ലോ വി ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടിയായിരുന്നു. വി ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞേ. ഓക്കെ, ഇനി ഒന്ന് കൊടുത്തേ. വൈ ഒന്ന് ആക്സസ് ചെയ്യാൻ നോക്കിയേ. വൈയും രണ്ട് സ്ഥലത്തും സെയിം ഒരേപോലെ ആക്സസ് ചെയ്യാൻ നോക്കിയേ. ബ്ലോക്കിന്റെ ഉള്ളിലും ബ്ലോക്കിന്റെ പുറത്തും. ഫംഗ്ഷന്റെ പുറത്ത് ഇപ്പൊ നോക്കണ്ട, ബ്ലോക്കിന്റെ ഉള്ളിലും ബ്ലോക്കിന് പുറത്തും. ഓക്കെ, വൈ ആക്സസ് ചെയ്തു. ഇനി അടുത്തത് ഇതേപോലെ അവിടെ തന്നെ കൺസോൾ ഡോട്ട് വൈ. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്തേ. ഞാൻ താഴെയും അത് കുഴപ്പമില്ല. അത് വിളിച്ചേക്കല്ല, അതിനെ വിളിച്ചിട്ടില്ലേ ഈ കോഡിനെ? ഫൈൻഡ് ലെറ്റ് എന്ന് പറഞ്ഞതിനെ വിളിച്ചിട്ടുണ്ടോ? ബാക്കി ബാക്കി കമന്റ് കമന്റ് ചെയ്തിട്ട്. ഓക്കെ, വൈ ഈസ് നോട്ട് ഡിഫൈൻഡ്. കണ്ടോ, വൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫംഗ്ഷന്റെ അകത്ത് മാത്രമേ. ഇനി എന്ത് ചെയ്തേക്കാ, പുറത്ത് വിളിച്ചേക്കുന്നത്, ഫംഗ്ഷന്റെ പുറത്ത് വിളിച്ചേക്കുന്നത് കമന്റ് ചെയ്തിട്ടേ. ഫംഗ്ഷന്റെ പുറത്തുള്ളത് മീൻസ് ആ 25th ലൈനിലുള്ളത്, അല്ല ഫംഗ്ഷന്റെ അല്ല ബ്ലോക്കിന്റെ 25th ലൈനിലുള്ളത് കമന്റ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത്. ഔട്ട്പുട്ട് കിട്ടിയില്ല. ഓക്കെ, ഇതേപോലെ തന്നെ ഇനി കോൺസ്റ്റന്റ് ചെയ്ത് നോക്കുക. ഇനി ലൂപ്പ് ചെയ്ത് നോക്കുക. കോൺസ്റ്റന്റ് നിങ്ങൾ തനിയെ ചെയ്താലും കുഴപ്പമില്ല. ഇത് ലൂപ്പിന്റെ ഒന്ന് ചെയ്ത് നോക്കുക, ഫോർ ലൂപ്പിന്റെ. എന്നിട്ട് ലൂപ്പിന് പുറത്ത് ആക്സസ് ചെയ്ത് നോക്കുക, ലൂപ്പിനുള്ളിൽ ആക്സസ് ചെയ്ത് നോക്കുക. കോൺസ്റ്റ് പിന്നെ എന്താ ചെയ്യാൻ പറ്റില്ല, ലൂപ്പിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ബാക്കിയുള്ളവരോ? ബാക്കി രണ്ടുപേർക്ക് കിട്ടിയോ? പ്രിൻസിനും അഞ്ചിനും കിട്ടിയോ? കിട്ടി. ഇത് ചെയ്തു, ലൂപ്പ് ചെയ്യുന്നില്ല. ചെയ്തിട്ട് പറഞ്ഞു. ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ, ഒരു കാര്യം ചോദിക്കാം. എന്റെ സ്ക്രീൻ കാണാമോ? ഓക്കെ, ഓക്കെ കാണാം. ഒരു മിനിറ്റ് അതൊന്ന് സൂം ആക്കട്ടെ. ഒരു മിനിറ്റ് ഞാനൊന്ന് സൂം ചെയ്തോട്ടെ. പിൻ ചെയ്ത് വെച്ചേക്കണം. എനിക്കിത് ക്ലിയർ ആവുന്നില്ല. ഷോ, എന്റെ സിസ്റ്റത്തിന്റെ ഇഷ്യൂ ആണ്. എന്റെ സിസ്റ്റം ഞാൻ നോക്കട്ടെ. എനിക്ക് ക്ലിയർ ആയി കാണുന്നില്ല, സൂം ആവുന്നില്ല. എന്താണ് ഡൗട്ട്? ഞാനേ ഫംഗ്ഷന്റെ അകത്ത് ഞാൻ ലെറ്റ് എക്സ് 10 ഇട്ടു. എന്നിട്ട് ഈഫിനകത്ത് അത് വിളിക്കാൻ പറ്റുമല്ലേ? ഇഫിനകത്ത് ഫംഗ്ഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനകത്തുള്ള എല്ലാത്തിനകത്തും പറ്റും. ഓക്കെ ഫംഗ്ഷന്റെ ബ്ലോക്കിലാണ് വരുന്നത്, അതുകൊണ്ട് ഈ ബ്ലോക്കിനകത്ത് പറ്റും. പക്ഷെ ഈ ബ്ലോക്കിനകത്തായിരുന്നെങ്കിൽ അത് വെളിയിൽ പറ്റത്തില്ല അല്ലേ? ലെറ്റല്ലേ യൂസ് ചെയ്തേക്കുന്നത്. ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്. ആ ബ്ലോക്കിനകത്ത്, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനുള്ളത് ഒരു ബ്രേസസ് ഇല്ലേ, അതും ഒരു ബ്ലോക്ക് അല്ലേ.
ആ ബ്ലോക്കിനകത്ത് പറ്റും. ഓ ഇഫ് എന്ന് പറയുന്നത് വേറൊരു ബ്ലോക്ക്. ഓക്കെ 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 ശരി ശരി. ഓക്കെ. അഞ്ജുവിനെ കിട്ടിയാ? എല്ലാം ചെയ്യുന്നുള്ളൂ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് പറയണം. നമുക്ക് നോട്ട്സ് വല്ലതും ഉണ്ടോ വിനീഷ? പ്രിപ്പയർ നമ്മള് ചെയ്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സേ ഉള്ളൂ. ഇനി ഉള്ളല്ലേ? അങ്ങനെയല്ലേ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കോണ്ടാക്ട് ചെയ്തപ്പോ? ഒന്നും പറഞ്ഞില്ല. അതെയോ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ലാസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ തരുമെന്ന് പറഞ്ഞു. തരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അത് ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോ. ലാസ്റ്റ് മതി, ചോദിച്ചതാ ലാസ്റ്റ് മതി. കാരണം നമ്മൾ ഈ കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമുക്ക് ഈ റെക്കോർഡിംഗ് എല്ലാം നോക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കേസല്ലല്ലോ, ഭയങ്കര പാടല്ലേ ഓരോ എല്ലാ റെക്കോർഡിംഗ് എടുത്ത് നോക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചാ. അല്ല, എന്റെ കയ്യിൽ ഷെയർ ചെയ്തിട്ടില്ല, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്തായാലും. മതി മതി. ഓക്കെ. കിട്ടി. ഓക്കെ, എല്ലാവർക്കും കിട്ടിയാ? ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് എന്താ സ്കോപ്പാണ് നോക്കിയത്. ഫങ്ഷൻ സ്കോപ്പ്, ബ്ലോക്ക് സ്കോപ്പ്, പിന്നെ ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രിൻസ് ചോദിച്ച പോലെ ഫങ്ഷൻ്റെ പുറത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മൊത്തത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഗ്ലോബൽ സ്കോപ്പ്. ഓക്കെ, അപ്പം ഈ 3 സ്കോപ്പാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താ ലെറ്റ് വേറെ കോൺസ്റ്റ് തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസും കൂടിയാണ് എന്ത് ഈ സ്കോപ്പ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്യുന്നതും റീഡിഫൈൻ ചെയ്യുന്നതും ഒക്കെ നോക്കിയായിരുന്നു. അപ്ഡേറ്റ് ചെയ്യുക, റീഅസൈൻ ചെയ്യുക, ആ ഒരു ഡിഫറൻസ് നോക്കിയായിരുന്നു. ഇത് മൂന്നാമത്തെ ഒരു ഡിഫറൻസ് ആണ്. ഇതും കൂടെ ഉള്ളൂ ഡിഫറൻസിന്റെ കേസിൽ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്ട്രിങ്ങിന്റെ മെത്തേഡ്സും കൂടെ നോക്കാം. ഓക്കെ, ഇന്നിപ്പോൾ ഇത്രയും മതി. ശരിയടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night. Thank you.